എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ബുക്ക് ഓഫ് ജഡ്ജസ്. അതാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചു അല്ലേ. ഇന്നിപ്പോൾ നമ്മളതിൻ്റെ 4-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ്, അവിടെ ദെബോറ എന്നുള്ളൊരു പ്രവാചകിയെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പ്രവാചകയെ എന്താണ്, 40 സംവത്സരം ഇസ്രയേലിന് വേണ്ടി ന്യായപാലനം ചെയ്ത ഒരു പ്രവാചകയായിരുന്നു ആര്, ഈ ദെബോറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദെബോറ നമ്മൾക്കറിയാം അല്ലേ, കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. ബാരാക്കിനെ വിളിച്ചിട്ട് ബാരാക്കിനോട് പറഞ്ഞു, സിസേര അല്ലേ, ആ ഒരു രാജാവിനും ആ രാജ്യത്തെയും നിൻ്റെ കയ്യിൽ തരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാരാക്ക് പറഞ്ഞു, എനിക്ക് തന്നെ പോകാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യും, നീയും കൂടി എൻ്റെ കൂട്ടത്തിൽ വരണമെന്ന് പറഞ്ഞ് ആരെ വിളിച്ചു, ദെബോറയെ വിളിച്ചു. അപ്പോൾ ദെബോറ എന്ത് പറഞ്ഞു, ഞാൻ കൂടെ നിൻ്റെ കൂട്ടത്തിൽ വരാം, പക്ഷെ മഹത്വം നിനക്ക് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ നീ യഹോവയാം ദൈവം നിന്നോട് പോകാനാ പറഞ്ഞത്, പക്ഷേ നിനക്ക് എന്താണ്, ആ വാക്കിന് വിലയില്ല. പകരം നീ എന്താ പറയുന്നത്, പറഞ്ഞ പ്രവാചകയും കൂടെ കൂടത്തിൽ വരണം. എന്ന് വെച്ചാൽ ആ വാക്കിന് പുള്ളിക്ക് വലിയ വിലയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂടത്തിൽ വരാൻ പറഞ്ഞു. എന്നിട്ട് പ്രവാചകയും കൂട്ടിപ്പോയി. എന്നിട്ട് പ്രവാചക എന്താ പറഞ്ഞു, ഇതിൻ്റെ മഹത്വം ആർക്ക് പോകും, അതൊരു സ്ത്രീക്ക് പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾക്കറിയാം അല്ലേ, യായേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ സിസേര എന്ന് പറയുന്ന ആ രാജാവിനെ കൊന്ന ചരിത്രമൊക്കെ നമ്മൾക്കറിയാം. ഓക്കെ, അതിനുശേഷം ഇവർ ജയമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ 5-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദെബോറ എന്ന് പറയുന്ന ഒരു പ്രവാചകയുടെ ഒരു ദൈവത്തിന് വേണ്ടി ഒരു സ്തുതിയും അല്ലെ, ഒരു സ്തുതിയും സ്തോത്രവും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്താ പറയുക, ദൈവത്തിനൊരു എന്താ പറയുക, ഒരു ഗീതം, അവളുടെ ഒരു ഗീതം ദൈവത്തിന് വേണ്ടി അവൾ പാടിയതാണ് പിന്നെ നമ്മൾക്ക് അവിടെ 5-ാമത്തെ അധ്യായത്തിനകത്തോട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം അവിടെ 5-ാമത്തെ അധ്യായത്തിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ലാസ്റ്റ് 40 സംവത്സരം ദെബോറയിലൂടെ ഇസ്രയേലിന് എന്തുണ്ടായി, സമാധാനം ഉണ്ടായി എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും എന്താണ്, ഇസ്രായേൽ മക്കൾ വീണ്ടും പാപം ചെയ്തു. എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ന്യായാധിപന്മാരുടെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ന്യായാധിപന്മാർ ജീവിച്ചിരിക്കുമ്പോൾ, അതായത് ഒരാളെ എഴുന്നേൽപ്പിച്ചു, ഇപ്പോൾ ദെബോറയാണെങ്കിൽ ദെബോറയെ എഴുന്നേൽപ്പിച്ച 40 സംവത്സരം അവരെന്ത് ചെയ്യും, ഈ ദെബോറ പറയുന്നത് കേട്ട് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ ആൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വീണ്ടും ഇവർ പഴയപടി അങ്ങോട്ട് പോകും. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കിട്ടുന്ന ആൾ പോയല്ലോ, അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്യും, ഇവർ പഴയ അന്യാരാധനയിലേക്ക് ഇവർ തിരിയും. അങ്ങനെയായിരുന്നു. പിന്നെയും ദൈവം ഇവർക്ക് എന്താ പറയുക, ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കും. അങ്ങനെയായിരുന്നു ഈ ജഡ്ജസിൻ്റെ പുസ്തകത്തിൽ നമ്മൾക്ക് അങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അതിനുശേഷം 6-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പറയുകയാണ്, മിദ്യാന്യരെന്ന് പറയുന്ന ഒരു ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ, അവരെന്താണ്, ഒരു രാജ്യക്കാർ, അവർ വന്നിട്ട് ഇസ്രായേലിനെ അങ്ങ് ആകെപ്പാടെ 7 സംവത്സരം അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്, ഇവർ വീണ്ടും ദൈവത്തെ ഉപേക്ഷിച്ച് അന്യാരാധന ചെയ്തത് കൊണ്ടാണ്. വഴിയെ കൂടെ പോകുന്നവരൊക്കെ വന്നിട്ട് ഇവരെ എന്ത് ചെയ്യുക, അടിമകളാക്കുകയാണ്. ഓക്കെ, അപ്പോൾ മിദ്യാന്യ ശക്തിയെ കൊണ്ട് ഇവർ വല്ലാതെ ഭാരപ്പെട്ടു. കാരണം ഇവരെ അങ്ങ് ഇല്ലാതാക്കി കളയാണ്, ഏറ്റവും ശോഷിച്ചു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാക്കി കളയും. ഇവർ വിതയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും നട്ട് നനച്ച് ഉണ്ടാക്കുന്ന സമയത്ത്, അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ആര് വരും, ഈ മിദ്യാന്യരും അമലേക്കരും ഒക്കെ വരും. എന്നിട്ട് ഇവർ വന്നിട്ട് അത് മുഴുവൻ അങ്ങ് നശിപ്പിച്ചു കളയും. എന്ന് വെച്ചാൽ ഇവരുടെ വിളകളെല്ലാം നശിപ്പിച്ചു കളയും. അപ്പോൾ ഇവർക്ക് എന്തില്ല, ഭക്ഷണമില്ല, ആടുപാടുകൾക്ക് ഭക്ഷണമില്ല. അങ്ങനെ തന്നെ ഒരു ഭയങ്കര സിറ്റുവേഷനിലൂടെ ഇവർ പോയി. എന്ന് വെച്ചാൽ ഭയങ്കരമായ ഞെരുക്കം, സാമ്പത്തിക ഞെരുക്കവും എല്ലാ വിധത്തിലും, ഭക്ഷണമില്ല, ഒന്നുമില്ല, ആരോഗ്യമില്ല, ഭക്ഷണമില്ലെങ്കിൽ ആരോഗ്യമില്ല അല്ലേ. അങ്ങനെ എല്ലാ വിധത്തിലും ഇവർ ഞെരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ മിദ്യാന്യർ എന്ന് പറയുന്ന ആ ഒരു ശക്തിയുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഞെരുക്കം, ജീവിതത്തിൽ ഭയങ്കര ഞെരുക്കം, ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഭയങ്കര ഞെരുക്കം ഇവർക്ക് കൊണ്ടുകിട്ടു. ഇതാണ് മിദ്യാന്യർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അന്നേരമാണ് നമ്മുടെ ഗിദയോൻ എന്ന് പറയുന്ന ഒരു പുള്ളി എന്താ ചെയ്തതെന്ന് അറിയുമ്പോൾ, പുള്ളിക്കറിയാം ഇവർക്ക് കാലം നോക്കി ഇവർ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ മുന്തിരിച്ചക്കൻ്റെ ടൈം ആകുമ്പോൾ മുന്തിരിച്ചക്ക നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മുന്തിരി നശിപ്പിക്കുവാനായിട്ട് ഇവർ വരും. ഗോതമ്പ് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ഗോതമ്പ് നശിപ്പിക്കുവാനായിട്ട് ഇവർ വരും. അതിന് ഈ ഗിദയോൻ എന്താ ചെയ്തതെന്ന് അറിയുമ്പോൾ, ഗിദയോൻ ചെയ്തു, ഈ എന്താ പറയുക, മുന്തിരിച്ചക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് എന്താ, ഗോതമ്പങ്ങ് വിതച്ചു. എന്ന് വെച്ചാൽ മാറ്റി വിതച്ചു. ഇപ്പം മുന്തിരിയുടെ സമയമാകുമ്പോൾ ഇവർ എങ്ങോട്ടേ പോകത്തുള്ളൂ, മുന്തിരിത്തോട്ടങ്ങൾ നോക്കി നോക്കി അത് മുന്തിരിത്തോട്ടങ്ങളുടെ അത് നോക്കി വെച്ച് അത് നശിപ്പിക്കും. ഇവിടെ എങ്ങോട്ട് പോകത്തില്ല, ഗോതമ്പിൻ്റെ അങ്ങോട്ട് പോകത്തില്ല. ഇവിടെ ഇവർ നേരെ ഉൾട്ടയായിട്ട് ചെയ്തു. ആ ഗിദയോൻ ഉൾട്ടയായിട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നാരാണ് ഇതാര് കണ്ടു, സ്വർഗത്തിലെ ദൈവം കണ്ടു. എന്ന് വെച്ചാൽ ഇവൻ്റെ ആ ഒരു എങ്ങനെയെങ്കിലും മിദ്യാന്യരെ ഒന്ന് ജയിക്കണം എന്നുള്ളവൻ്റെ ഒരു മനസ്സാര് കണ്ടു,
സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നുണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണല്ലേ. ദൈവം അവരെ എന്താ പറയുക തള്ളിക്കളഞ്ഞു എങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും ഇവരുടെ മേലുണ്ട്. ഇവരെന്നും മടങ്ങി വന്നിരുന്നെങ്കിൽ നമ്മൾക്കറിയാം ധൂർത്തപുത്രൻ്റെ അല്ലേ ആ ഒരു ഉപമയ്ക്കകത്തും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് അവിടെയും പറഞ്ഞിരിക്കുകയാണ് ഈ മകൻ വരുന്നതല്ലേ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്ന ഒരു പിതാവിനെ നമ്മൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെയാണ് ഇവരെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ടും ദൈവത്തിൻ്റെ ദൂതൻ എന്താണ് ഇറങ്ങി ഇവൻ്റെ അപ്പൻ്റെ കരുവേലകത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലി എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. ആരെ വിളിച്ചിരിക്കുന്നത്? ഗിദെയോനെ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാം, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പുള്ളി അങ്ങ് ചോദിച്ചു, യഹോവ നമ്മളോട് കൂടെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? യഹോവ ചെയ്ത അത്ഭുതങ്ങളൊന്നും ഇപ്പോൾ കാണാൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് പരിഭവം പറഞ്ഞു. അതിനുശേഷം നമ്മൾക്കറിയാമല്ലേ ഗിദെയോൻ അടയാളം ചോദിക്കുന്നു. ദൈവം രക്ഷിക്കുമെന്ന് ദൂതൻ പറയുന്നു. ദൂതനോട് അടയാളം ചോദിക്കുന്നു. എന്നിട്ട് എന്താണ് ഇവൻ അപ്പവും എന്താ പറയുക ഒരു ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുന്നു. അപ്പോൾ അവിടെ ആ യാഗം അർപ്പിച്ചു. എന്നിട്ട് ആ യാഗം അർപ്പിച്ചപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ആ യാഗപീഠത്തിന് എന്താണ് ഈ ഗിദെയോൻ ഒരു പേരിട്ടു, യഹോവ ഷാലോ എന്നൊരു പേര് അതിനങ്ങ് ഇട്ടു. ആ യാഗപീഠത്തിന് അങ്ങ് പേരിട്ടു. അങ്ങനെ ദൈവത്തിനൊരു യാഗപീഠം പണിത് ആ യാഗപീഠത്തിനും യഹോവ ഷാലോം എന്നുള്ള പേരങ്ങിട്ടു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണെന്നറിയാമോ? അത് കഴിഞ്ഞപ്പോൾ ഇവനോട് കുറേ പ്രാവശ്യം പറയുന്നുണ്ടല്ലേ, മിദ്യാനരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് വീണ്ടും 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 ഇങ്ങനെ സംശയങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരോ സംശയങ്ങളും ദൂതൻ നിവർത്തിച്ച് കൊടുത്തു. യഹോവയാം ദൈവം നിവർത്തിച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, മിദ്യാനരുടെ അടുത്തോട്ടൊക്കെ പോകുന്നതിനൊക്കെ മുൻപ് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ അപ്പൻ്റെ വീട്ടിൽ, അതായത് നിന്റെ വീട്ടിലൊരു സംഭവമുണ്ട്. എന്താ ഉള്ളത്? അക്ഷേര പ്രതിഷ്ഠ എന്ന് വെച്ചാൽ അക്ഷേര എന്ന് പറയുന്ന ഒരു എന്താ പറയുക വിഗ്രഹത്തിന് അവിടെ എന്താണ് ബലിയർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു യാഗപീഠമൊക്കെ അവിടെയുണ്ട്. നീ എന്ത് ചെയ്യണം? അതിനെ അങ്ങ് ഇടിച്ചു കളയണം. ഇടിച്ചു കളഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം? നീ നിയമപ്രകാരം ഒരു യാഗപീഠം പണിയണം. എന്താ ഈ നിയമപ്രകാരമുള്ള യാഗപീഠം എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം യാഗപീഠം എന്നും എങ്ങനെയായിരിക്കണം ദൈവത്തിന് യാഗം അർപ്പിക്കേണ്ടതെന്നും ഒക്കെയുള്ള ഒരു വലിയ ലിസ്റ്റ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇസ്രായേൽ മക്കൾക്ക് യഹോവയാം ദൈവം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് പ്രകാരം നിയമപ്രകാരം ഒരു യാഗം നീ അർപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾക്കറിയാം അതിനുശേഷം അല്ലേ 300 പേരെയും കൊണ്ട് പോയിട്ട് മിദ്യാനരെ എന്താ പറയുക നശിപ്പിക്കുന്നു. എന്നിട്ട് മിദ്യാനരുടെ അടുത്ത് അല്ലേ പിന്നെ വീണ്ടും ചോദിക്കുകയാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ. രാത്രിയിൽ ഇവരുടെ പാളയത്തിലോട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്താണ് ആകെപ്പാടെ ബുദ്ധിമുട്ട്. അന്നേരം പറഞ്ഞു, നിന്റെ കൂട്ടുകാരനെയും കൂടി കൂട്ടിക്കൊണ്ട് നിന്റെ ബാലിക്കാരനെയും കൂടി കൂട്ടി പൊക്കോളാൻ ദൂതൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് രാത്രിയിലാണ് ചെന്ന്. എന്നിട്ട് പറയാം, നീ എന്ത് ചെയ്യണം? നീ അവിടെ പിന്നെ ഒരു ശ്രുതി കേൾക്കുമെന്ന് പറഞ്ഞു. ഈ ശ്രുതി കേൾക്കുമെന്ന് പറയുന്നതിന് മുൻപേ തന്നെ എന്ത് സംഭവിച്ചു? നിയമപ്രകാരമുള്ള യാഗപീഠം പണിതവിടെ. എന്തിന്? ദൈവത്തിന് നിയമപ്രകാരമുള്ള ഒരു യാഗം കഴിച്ചു കേട്ടോ. അതിനുശേഷമാണ് എന്താ നമ്മുടെ ഗിദെയോനോട് പറയുന്നത്, നീ മിദ്യാനരുടെ പാളയത്തിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നത്? ഒരുത്തൻ സ്വപ്നം വിവരിക്കുക വേറൊരുത്തനോട്. മിദ്യാനനായ ഒരുത്തൻ വേറൊരു മിദ്യാനനോട് സ്വപ്നം വിവരിക്കുക. എന്താ പറയണേ? ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടും ഗിദെയോൻ്റെ വാള് നമ്മൾക്കെതിരെ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ സ്വപ്നം വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വിവരിച്ചു കൊടുത്ത് കേട്ടു. ആര് കേട്ടു? അപ്പോൾ ഈ കേട്ടവൻ എന്താ പറഞ്ഞത്? കേട്ടവൻ പറഞ്ഞു ഇത് ഗിദെയോൻ്റെ വാള് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എന്താണ് ദൈവം അവരെ കൊണ്ട് സംസാരിപ്പിച്ചത്? സ്വപ്നം മറ്റവന് കൊടുത്തത് ദൈവം, ഇവരെ കൊണ്ട് മറ്റവൻ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ അത് പറഞ്ഞു കൊടുത്തതും ആരാണ്? ദൈവം. എന്തിനു വേണ്ടിയിട്ടാണ്? ഗിദെയോനെ ഒന്ന് ധൈര്യപ്പെടുത്തുവാനായിട്ടല്ലേ, ഗിദെയോനെ ധൈര്യപ്പെടുത്തുവാനായിട്ട്. അപ്പം ഗിദെയോന് മനസ്സിലായി, ശരിയാണ്, യഹോവയാം ദൈവം മിദ്യാനരെ എനിക്ക് തന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾക്കറിയാം 300 പേരെ അല്ലേ 300 പേരെയും കൊണ്ട് പോയിട്ട് ദൈവം പറഞ്ഞ പ്രകാരമുള്ള തിരഞ്ഞെടുത്ത 300 പേരെയും കൊണ്ട് പോയിട്ട് അവരോട് മിദ്യാനരെ നശിപ്പിക്കുന്നതൊക്കെ നമ്മൾക്കറിയാം. അതിനുശേഷം എന്താണ്? അതിനുശേഷം ഇവർ ഇതെല്ലാം നശിപ്പിച്ചോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാം? ഇസ്രായേൽ ചില ഗോത്രങ്ങളെ ഒന്നും വിളിച്ചില്ല. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് ചില വാഗ്വാദങ്ങളൊക്കെ ഗിദെയോൻ നടത്തുന്നുണ്ട്. അതിനൊക്കെ ശേഷം എന്താണ് ഈ ഗിദെയോൻ ഒരു പരിപാടി ഒപ്പിച്ചു. എന്താണെന്നറിയാമോ? പുള്ളി ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ ഇസ്മേലിയർ എന്ന് പറയുന്ന ഒരു സമൂഹത്തെയൊക്കെ നശിപ്പിച്ചു. അവരെന്താണ് കാതിൽ കടുക്കൻ ഇടുന്നവരാണ്. അപ്പോൾ ഈ കടുക്കൻ എല്ലാവരും എനിക്ക് കൊണ്ടുതരാൻ പറഞ്ഞു. പുള്ളി ഇവരുടെ കൂട്ടത്തിൽ പോയവരോടൊക്കെ പറഞ്ഞു ആ കടുക്കൻ എനിക്ക് കൊണ്ടുതരാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു? ഗിദെയോൻ എന്ത് ചെയ്തു? ആ കടുക്കൻ മേടിച്ചിട്ടൊരു ഏഫോദ് ഉണ്ടാക്കി. എന്നിട്ട് അതെവിടെയാ വീടിനവിടെ കൊണ്ടങ്ങ് പ്രതിഷ്ഠിച്ചു. അങ്ങനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഗിദെയോൻ ഒരു കെണിയായി തീർന്നെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഗിദെയോൻ്റെ കുടുംബത്തിനൊരു കെണിയായി തീർന്നെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഇസ്രായേൽ മക്കൾ അവിടെ
അവിടെ പരസംഗം ചെയ്തു, പിന്നീട് പരസംഗം ചെയ്തു എന്ന് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ പരസംഗം എന്ന് പറഞ്ഞാൽ ബൈബിളിനകത്തെ പരസംഗം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അന്യദൈവങ്ങൾക്ക് ബലി അർപ്പിക്കുക, അതിൻ്റെ മുൻപിൽ തിന്നു കുടിച്ച് ആർമാദിക്കുക, ഇതിനെയാണ് അതിനകത്തെ പരസംഗം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ ചെയ്തിരിക്കുകയാണ്. അത് അവർക്ക് ഒരു കെണിയായി തീർന്നു എന്ന് വിശുദ്ധ ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗിദെയോനോട് അതുവരെ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒക്കെ ലിസ്റ്റ് ആര് കൊടുത്തിട്ടുണ്ട്? ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് പുള്ളിയുടെ തോന്നിവാസത്തിന് പോയി ചെയ്തതാണ്. ദൈവത്തോട് ആലോചിക്കാതെ അവരുടെ കടുക്കനൊക്കെ മേടിച്ചിട്ട്, എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ഒരു ട്രഡീഷൻ ആയിട്ടുള്ളൊരു സംഭവമൊക്കെ മേടിച്ചിട്ട് പുള്ളി ഒരു എഫോദൊക്കെ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ അതൊന്നും ദൈവത്തിന് അവിടെ ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് അതെന്തായി, അതൊരു കെണിയായിട്ട് ഇവനും എൻ്റെ കുടുംബത്തിനും തീർന്നു എന്ന് നമ്മൾ കാണാം. എനിവേ, എന്തായാലും 40 സംവത്സരം വീണ്ടും ഗിദെയോൻ്റെ കാലത്ത് അവിടെ സമാധാനമുണ്ടായി എന്നൊക്കെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒന്നെന്താണ്, സ്വപ്നത്തിലൂടെ എന്താണ് മിദ്യാനരെ ദൈവം അങ്ങ് തകർക്കും എന്ന് ആർക്കൊരു ഉറപ്പ് കൊടുത്തു? ഗിദെയോനൊരു ഉറപ്പ് കൊടുത്തു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു, അല്ലേ? അപ്പോൾ ഈ സ്വപ്നത്തിലൂടെ സ്വപ്നം കണ്ടവനും അത് വ്യാഖ്യാനിച്ചവനും മുഖാന്തരം ഗിദെയോൻ എന്താണ്, ഒരു ഉറപ്പ് കിട്ടിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരെക്കുറിച്ചുള്ള, ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു ഭയം ആരുടെ മേളിൽ ദൈവം കൊടുത്തു? മിദ്യാനർക്ക് ദൈവം കൊടുത്തു. ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു ഭയം കൊടുത്തു. ഓർക്കുക, ഇതിനകത്തൊരു ദൂതുണ്ട്. എന്താണെന്നറിയാമോ? ചിലപ്പോൾ നമ്മൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിന് നമ്മൾക്ക് ഒരു വിധത്തിലും, ഈ മിദ്യാനർ എന്ന് പറയുന്നത് അവരുടെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കുന്നതാണ്. അതിനെ ഒരു വിധത്തിലും ജയിക്കുവാൻ ഇവർക്ക് പറ്റണില്ല. ഒരു വിധത്തിലും ഇവർക്ക് ജയിക്കുവാൻ പറ്റാതെ ഇവർ ഏറെ കഷ്ടപ്പെട്ടു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവരെ ഒത്തിരി ബുദ്ധിമുട്ടിച്ച ഇവരുടെ സാമ്പത്തികത്തെ, ഇവരുടെ വിളകളെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞ്, ഇവരുടെ ആരോഗ്യത്തെ, സമ്പത്തില്ലെങ്കിൽ നമ്മൾക്കറിയാം, എന്ന് വെച്ചാൽ ധാന്യങ്ങളില്ലെങ്കിൽ നമ്മൾക്കറിയാം, അല്ലേ? സമ്പത്ത് ഇല്ലാതാകും, ആരോഗ്യമില്ലാതാകും, ഭക്ഷണമില്ലാതാകും, എല്ലാ മേഖലകളിലും ഞെരുക്കം. ഇവരെ വല്ലാതെ ഞെരുക്കിയ ആ വലിയ മിദ്യാന്യ ശക്തിയെ ദൈവം എന്താ, ചില സ്വപ്നങ്ങൾ അയച്ച് അതിനെ എന്താണ്, ഭയപ്പെടുത്തി. ഇതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ആത്മീയമായും ഭൗതികമായും ഒക്കെ സമസ്ത മേഖലകളിലും ഞെരുക്കുന്ന, നമ്മൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ചില മിഥ്യാന്യ ശക്തികൾ, നമ്മളുടെ സാമ്പത്തികത്തെ, ആരോഗ്യത്തെയൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില മിഥ്യാന്യ ശക്തികളുണ്ട്. ആ മിഥ്യാന്യ ശക്തികളോട് നമ്മളിങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾക്കതിനെ കീഴടക്കുവാൻ പറ്റുന്നില്ല. അത് വല്ലാതെ നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞെരുക്കുന്ന മിഥ്യാന്യ ശക്തിയുടെ മേൽ ചില ഭയങ്ങളെ അയച്ച്, അതായത് നമ്മൾക്കെതിരെ വാ തുറക്കുന്ന, നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ചില മിഥ്യാന്യ ശക്തികളുടെ മേൽ ദൈവം ചില സ്വപ്നങ്ങൾ അയച്ച് ചില ഭയം അവർക്ക് കൊടുത്ത് അവർ പിന്മാറത്തക്കവണ്ണമുള്ള ദൈവപ്രവൃത്തി നമ്മളുടെയൊക്കെ ജീവിതത്തിലോട്ട് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. സാമ്പത്തിക ഞെരുക്കം, മെയിനായിട്ട് സാമ്പത്തിക ഞെരുക്കം, സമാധാനമില്ലാത്ത അവസ്ഥ, ആരോഗ്യമില്ലാത്ത അവസ്ഥ, എല്ലാ വിധത്തിലും ഞെരുക്കം, നീ ഉണ്ടാക്കുന്നതൊന്നും നിന്റെ കരത്തിൽ നിൽക്കാത്ത വലിയ സിറ്റുവേഷൻ, വലിയ ഞെരുക്കം. ഈ ഞെരുക്കത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന മിഥ്യാന്യ ശക്തിയുടെ മേൽ ദൈവം വലിയ ഭയം വിട്ട് അതിനെ തകർത്ത് ദൈവം ജയം തരുവാനായിട്ട് പോവുക. അപ്പോൾ ഈ ജയം തരുന്നതിന് മുൻപേ നിന്റെ ജീവിതത്തിൽ എന്തുണ്ടാകണം? നിന്റെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം നീ നിയമപ്രകാരം ഒന്ന് പണിയണം. യഹോവയാം ദൈവത്തിന് യാഗപീഠം നീ പണിയണം. എന്ന് വെച്ചാൽ പണ്ട് യാഗപീഠം ഉണ്ടായിരുന്നു. എന്താ ഈ യാഗപീഠം എന്ന് പറയുന്നത്? നമ്മളുടെ ജീവിതത്തിലുള്ള ആരാധന, ദൈവത്തോടുള്ള ആരാധന, അല്ലെ? ഈ ആരാധന പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല. നമ്മൾ ഒത്തിരി വിശ്വാസത്തിലോട്ട് വന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ധ്യാനം കൂടി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമ്മൾക്ക് ഭയങ്കര ഭക്തിയാണ്, ഭയങ്കര ആരാധനയാണ്, ഭയങ്കര പാട്ടാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര ബൈബിൾ വായനയാണ്, അല്ലെ? എല്ലാമുണ്ട്, ഉപവാസമുണ്ട്, എല്ലാമുണ്ട്. അതിരാവിലെ എഴുന്നേൽക്കും. അന്ന് നമ്മൾക്ക് ക്ഷീണമില്ല, അന്ന് നമ്മൾക്ക് തണുപ്പൊരു വിഷയമല്ല, ചൂട് നമ്മൾക്കൊരു വിഷയമല്ല, ആരോഗ്യം ഒരു വിഷയമല്ല. നമ്മൾ അതിരാവിലെ അലാറം വെച്ച് എഴുന്നേൽക്കും. ഇനി അതല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കിടക്കും, ദൈവമേ എന്നെ ഒന്ന് ഇത്ര സമയമാകുമ്പോൾ ഒന്ന് വിളിക്കണം, 3 മണിക്കൊന്ന് വിളിക്കണേ, 4 മണിക്കൊന്ന് വിളിക്കണേ, 5 മണിക്കൊന്ന് വിളിക്കണേ, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരാധനയുടെ ഒരു കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടിരിക്കുക. ഈ ആരാധനയുടെ ആ കാലഘട്ടം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഈ ഞെരുക്കം ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കം, സമാധാനമില്ലാത്ത ഞെരുക്കം, ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലകളിലും ഒക്കെ ഞെരുക്കം വന്നിരിക്കുന്നതിന് കാരണം ഈ ആരാധന എവിടെയോ നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നിയമപ്രകാരമുള്ള ആരാധന ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അതിനെ മടക്കിയെടുത്ത്, ആരാധന ജീവിതത്തിൽ മടക്കിയെടുത്ത് പഴയതുപോലെ ദൈവത്തെ ആരാധിക്കുവാൻ നീ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഞെരുക്കുന്ന സാമ്പത്തികത്തെ, ആത്മീയത്തെ, ഭൗതികത്തെ ഞെരുക്കുന്ന മിഥ്യാന്യ ശക്തിയെ തകർത്ത് ദൈവം ജയം തരുവാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾക്കറിയാം 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17
18-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഏലിയാവിനോട് ദൈവം പറഞ്ഞു. അതൊക്കെ നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ എന്താ പറയുക ചിന്തിക്കും അതിനെക്കുറിച്ചും. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ അതിനകത്ത് ഒരു കാര്യം മാത്രം ഒന്ന് ജസ്റ്റ് എടുക്കുകയാണ്. അത് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ട് ഞാനൊന്ന് എടുക്കുകയാണ്. എന്താണെന്നറിയാമോ, അവിടെ യാഗപീഠം, അവിടെ നമ്മൾക്കൊരു യാഗപീഠം കാണുവാനായിട്ട് കഴിയും അല്ലേ. യഹോവയാം ദൈവം എന്താ പറയുക ഇസ്രായേൽ ദേശത്ത് മഴ അയക്കത്തില്ല. മൂന്ന് വർഷവും എന്താ പറയുക 3.5 വർഷക്കാലം അവിടെ മഴ കൊടുത്തില്ല അല്ലേ. അവിടെ എല്ലാം ഞെരുക്കമാണ്, ഇതുപോലെ തന്നെ ഞെരുക്കമാണ്. ഇസ്രായേൽ ഇവിടെ അനുഭവിക്കുന്നത് പോലെ തന്നെ ഞെരുക്കമാണ്. ആ കാലഘട്ടത്തിലും അവർ ഞെരുക്കം അനുഭവിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ എന്തുണ്ടാകത്തില്ല, മഴയുണ്ടാകത്തില്ല എന്ന് പ്രവാചകനിലൂടെ ദൈവാത്മാവ് പറയിപ്പിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചതും, ഇതേ പറഞ്ഞ ദൈവം പറഞ്ഞു, ഞാൻ അവിടെ പെരുമഴ പെയ്യ്ക്കുവാനായിട്ട് പോകുക. അതിന് മുൻപേ ഒരു കാര്യം നടക്കണം, ഞാനാണ് ജീവിക്കുന്ന ദൈവമെന്ന് നീ വെളിപ്പെടുത്തണം. കാരണം അവിടെയും വിഗ്രഹാരാധന വന്നിരിക്കുക. എങ്ങനെയാ വന്നിരിക്കുന്നത്? ഇസബേൽ എന്ന് പറയുന്ന ഒരു ദുഷ്ട സ്ത്രീ എന്ത് കൊണ്ടുവന്നിരിക്കുക? അവളെ രാജ്ഞിയാണ്. അവളുടെ അന്യാരാധന, അവൾ ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് കയറി വന്നു. ഇസ്രായേലിന്റെ ആ ഒരു രാജകുടുംബത്തിലേക്ക് അവൾ രാജ്ഞിയായിട്ട് കയറി വന്നു. പോന്നപ്പോൾ അവിടെ തന്നെയല്ല വന്നതും, അവിടെ ഉണ്ടായിരുന്ന ആ വിഗ്രഹങ്ങളെ മുഴുവൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനത്തിനെ മുഴുവൻ ആ വിഗ്രഹങ്ങളുടെ മുൻപിൽ ഇവൾ എന്ത് ചെയ്തു? നമസ്കരിക്കുമാറാക്കി. അങ്ങനെ ഇസ്രായേലിനെ കൊണ്ട് അവൾ വലിയ പാപം ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ പാപം ചെയ്യിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ കോപം വരികയും ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ ഉണ്ടാകത്തില്ല, മഞ്ഞുണ്ടാകത്തില്ല എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. മഴ മാത്രമല്ല മഞ്ഞും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾക്കറിയാം ഇസ്രായേൽ വരൾച്ചയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. പുല്ലില്ല. ആഹാബൊക്കെ പുല്ലന്വേഷിച്ച്, ആഹാബ് രാജാവ്, ഇസബേലിൻ്റെ ഭർത്താവായ ആഹാബ് രാജാവൊക്കെ പുല്ലന്വേഷിച്ച് നടക്കുക. പക്ഷെ നടന്നിട്ട് എന്താണ്? കിട്ടിയില്ല. കാരണം മഴ പെയ്തിട്ട് വർഷങ്ങളായെന്നേ, മഞ്ഞില്ലാതെ വർഷങ്ങളായെന്നേ. എവിടെ നിന്നുണ്ടാകാൻ? കഴുതയ്ക്കും കുതിരയ്ക്കും ഒന്നും എന്തില്ല, പുല്ലില്ല. അങ്ങനത്തെ ഒരു വലിയ വരൾച്ചയുടെ അവസ്ഥ എന്ന് വെച്ചാൽ വലിയ ഞെരുക്കത്തിന്റെ അവസ്ഥ, സാമ്പത്തികമായ ഞെരുക്കം, വിളകളുടെ ഞെരുക്കം. ഓർക്കുക, ഇതേ മിദ്യാന്യ ശക്തി അല്ലെ, അന്ന് ഇസ്രായേലിനെ ഭരിച്ച അതേ മിദ്യാന്യ ശക്തിയുടെ വ്യാപാരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ദൈവത്തിനോടുള്ള ആരാധന ഉപേക്ഷിച്ചു, നിയമപ്രകാരമുള്ള ആരാധന ഉപേക്ഷിച്ചു. എന്നിട്ടും ഏലിയാവിനോട് ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞു? അവിടെ മഴ പെയ്യിക്കാൻ പോകുക. അതിനു മുൻപ് നീ എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ ഏലിയാവിനോട് ദൈവം പറഞ്ഞു കൊടുത്തു. ഏലിയാവിന് അത് മനസ്സിലായി. കാരണം ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നതിന് മുൻപ് യഥാർത്ഥത്തിലുള്ള ആരാധന വെളിപ്പെടണമെന്ന് ആർക്കറിയാം? ദൈവത്തിൻ്റെ പ്രവാചകൻ അറിയാം. അതുകൊണ്ട് പ്രവാചകൻ കർമ്മേൽ പർവ്വതത്തിൽ കയറിയിട്ട് എന്താ ചെയ്തത്? അവിടെ യാഗപീഠം പണിതു. നിയമപ്രകാരമുള്ള യാഗപീഠം ഇവിടെ നമ്മൾക്ക് കണ്ടു അല്ലേ. ഇവിടെ ഗിദെയോനോട് പറഞ്ഞു നിയമപ്രകാരമുള്ള യാഗപീഠം പണിയാൻ പറഞ്ഞു അല്ലേ. എന്നിട്ട് എവിടെ? അക്ഷേര പ്രതിഷ്ഠനെ ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ പണിയാൻ പറഞ്ഞു. ഇവിടെയും അത് തന്നെ, കർമ്മേൽ പർവ്വതത്തിലും അവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുക? അക്ഷേര പ്രതിഷ്ഠകൾ. അവിടെയും അക്ഷേര പ്രതിഷ്ഠകളാണ്. അപ്പോൾ ഇതവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അവിടെ എന്താണ്? നിയമപ്രകാരമുള്ള യാഗപീഠം ആര് പണിതു? ഏലിയാവ് പണിതു അല്ലേ. എന്നിട്ട് ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രത്തിനനുസരിച്ചുള്ള 12 കല്ലുകളെയൊക്കെ അടുക്കി വെച്ച് നിയമപ്രകാരമുള്ളൊരു യാഗപീഠം പണിതു. എന്നിട്ട് അവിടെയാണ് യാഗമർപ്പിച്ചത്. ദൈവത്തിന് യാഗമർപ്പിച്ചു അല്ലേ. നമ്മൾക്കറിയാം, അത് നമ്മൾക്കറിയാം. അവിടെ എന്താണ്? ദൈവത്തിൻ്റെ തീ ഇറങ്ങി ഏലിയാവ് പണിത യാഗപീഠത്തിന്മേൽ വെച്ചിരുന്ന യാഗപശുവിനെ എന്താണ്? അതിനെ ദഹിപ്പിച്ചു കളഞ്ഞുവെന്ന് നമ്മൾ കണ്ടു അല്ലേ. അതിനുശേഷം എന്താണ്? അതിനുശേഷം ആഹാബിനോട് ആര് പറയാ? ഏലിയാവ് പറയുക. എന്താ പറഞ്ഞേ? വലിയ മഴയുടെ മുഴക്കമുണ്ട്, രഥം പൂട്ടി ഓടിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏലിയാവ് എന്താ ചെയ്തതെന്നറിയാമോ? കർമ്മേൽ പർവ്വതത്തിൽ പുള്ളി അവിടെ ഇരുന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുക. ഏലിയാവ് കാലിങ്ങനെ തല കുനിച്ച് കാലിൻ്റെ മുഴങ്കാലുകളുടെ ഇടയിൽ തല വെച്ച്, എന്ന് വെച്ചാൽ അത് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ മുഴങ്കാലിലിരുന്നല്ല, നമ്മളിങ്ങനെ എന്താ പറയുക, ഈ ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ നമ്മൾ കാലിൻ്റെ മുട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ തല കുനിച്ചു വെച്ച് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായിരിക്കാം അവിടെ. എനിവേ എന്തായാലും അദ്ദേഹം അതുപോലെ ദൈവസന്നിധിയിൽ കുനിഞ്ഞിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു അല്ലേ. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തലപൊക്കിയിട്ട് ബാലിക്കാരനോട് പറഞ്ഞു, നീ പോയി നോക്കാൻ പറഞ്ഞു. എവിടെയാ? കടലിൽ മേഘം പൊങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ബാലിക്കാരൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, അവിടെ ഒരനക്കവും ഇല്ല യജമാനനെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഏലിയാവ് പറഞ്ഞു, നീ 7 പ്രാവശ്യം നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം പുള്ളി വന്നിട്ട് പറയുക, ഒരു മനുഷ്യൻ്റെ കൈ പൊങ്ങുന്നത് പോലെ മേഘം പൊങ്ങുന്നുണ്ടല്ലേ. ഇതാ കടലിൽ നിന്നൊരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഓർക്കണമേ, ഇവിടെ ഏലിയാവ് എന്താ ചെയ്തത്? ഏലിയാവേ, നീ അവിടെ കാണിച്ചു കൊടുത്തതല്ലേ? ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, ഏലിയാവ് അവിടെ കാണിച്ചു കൊടുത്തതല്ലേ, ദൈവത്തിൻ്റെ തീ ഇറങ്ങിയത്. ഇനിയും ഒരു പ്രാർത്ഥന വേണോ ഏലിയാവേ? വേണമെന്നേ. കാരണം ദൈവം പറഞ്ഞയച്ചത് എന്തിനാ? നിന്നോട് അവിടെ അത്ഭുതം ദൈവം ചെയ്യും, അത് ദൈവം ചെയ്യും. പക്ഷേ ഏതാണ് ജീവിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്തി. പക്ഷേ ഏലിയാവിനോട് പറഞ്ഞു വിട്ട കാര്യം നടന്നില്ല. എന്താ പറഞ്ഞേ?
വലിയ വൻമഴ പെയ്യിക്കുമെന്നാണ് പറഞ്ഞു. ഏലിയാവ് അത് തന്നെ ആരോട് പറഞ്ഞു കഴിഞ്ഞു? ആഹാബിനോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അവിടെ എന്താണ്? മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് ഭക്തൻ പ്രവാചകൻ എന്താ ചെയ്തത്? അവിടെ മുഴങ്കാലിൽ ഇരുന്നു, അല്ലേ? അവിടെ ഇരുന്ന് കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവിടെ അതിനുശേഷം എന്താണ്? ഒരു മനുഷ്യൻ്റെ കൈ പോലെ, അല്ലേ, ഒരു കൈ പോലെ മേഘം പൊങ്ങുന്നുണ്ടെന്നാ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ യജമാനനെന്നാണ് വന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം വലിയ വൻമഴ പെയ്തു എന്നും നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഓർക്കുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ ഭക്തൻ, അല്ലെ, അത്രയും വലിയ കൊടുമുടിയിലിരുന്നും അത്രയും വലിയ ശ്രേഷ്ഠമായ അത്ഭുതം ചെയ്ത് ഇറങ്ങി വന്ന ഏലിയാവും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലും മടക്കി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ കണ്ടവരാ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥനയൊക്കെ ഒരു മയത്തിലാക്കിയിരിക്കും. എന്തിനാ? ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ദൈവം പറഞ്ഞ വിടുതലുകളും അത്ഭുതങ്ങളും നടക്കണോ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിയമപ്രകാരമുള്ള യാഗപീഠം ഉണ്ടാക്കി നീ തലകുനിക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിൽ തലകുനിക്ക്. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ പഠിപ്പീരുകളൊക്കെ ഇങ്ങോട്ട് വന്നേക്ക്. എന്താ ഇന്ന് ന്യൂ ജനറേഷൻ പഠിപ്പീരുകളിനകത്ത് മുഴുവൻ എന്താണ്? കൽപ്പനയും ജൽപ്പനവും. എന്ന് വെച്ചാൽ പിശാചിനോട് കൽപ്പിക്കും, ഓക്കെ, കൽപ്പിക്കണം. പക്ഷെ ദൈവത്തോട് ജൽപ്പന എന്ന് വെച്ചാൽ കർത്താവേ നീ ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കൽപ്പനകളാണ്. നമ്മൾ മക്കളാണ്, അവകാശികളാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയാമോ? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? ബഹുമാനം എവിടെ? അല്ലെ എന്നോടുള്ള ഭക്തി എവിടെയെന്ന്, ഞാൻ ദൈവമാണെങ്കിൽ എന്നോടുള്ള ആരാധന എവിടെ എന്നൊക്കെ ദൈവം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ജൽപ്പനം കൊണ്ട് ചെല്ലരുത്. ദൈവത്തോട് ജൽപ്പനം അരുത്. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ താണു കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ? അവൻ യജമാനനാ, ദൈവമാണല്ലേ. നമ്മുടെ വീട്ടിൽ അപ്പൻ്റെ മുൻപിൽ നമ്മൾ കാലും കയറ്റി വെച്ചിരിക്കുമോ? ഒരു നല്ല മക്കൾ കയറ്റിയിരിക്കുമോ? ഇല്ല. അപ്പൻ പുറത്തുനിന്ന് കയറി വരുന്ന കാണുമ്പോൾ നമ്മൾ ഒന്ന് എഴുന്നേക്കും, ഒന്ന് കസേരയിൽ നിന്നൊന്നും ചെറുതായിട്ടൊന്ന് പൊങ്ങുമെങ്കിലും ചെയ്യും. കാരണം അപ്പനോടുള്ള ബഹുമാനം. ഇവിടെയും അതേ അപ്പൻ ചോദിച്ചിരിക്കുക, അതേ അപ്പനല്ല, അതിനേക്കു ശ്രേഷ്ഠനായ അപ്പൻ ചോദിച്ചിരിക്കാം, എന്നോടുള്ള ബഹുമാനം എവിടെ? അപ്പോൾ ഈ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും നിയമപ്രകാരം കൊടുക്കുവാൻ തയ്യാറാകുക. കൽപ്പനയും ജൽപ്പനവും കൊണ്ടൊന്നും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കത്തില്ല. പിശാചിനോട് കൽപ്പിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ ജൽപ്പനമല്ല. ദൈവത്തിൻ്റെ മുൻപിൽ നീ താഴണം, നീ പ്രാർത്ഥിക്കണം, തല കുനിക്കണം, കണ്ണുനീരൊഴുക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് ഏലിയാവ് നമ്മളുടെ മുൻപിൽ കാണിച്ചു തന്നത്. നിയമപ്രകാരം ദൈവത്തിൻ്റെ മുൻപിൽ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? വൻമഴ ഉണ്ടായത്. അപ്പോൾ ഏലിയാവ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് വൻമഴ പെയ്യത്തില്ല. കാരണം ഏലിയാവിനറിയാം ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് ആർക്കറിയാം? ഭക്തനറിയാം, പ്രവാചകനറിയാം. അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാനായിട്ടിടയായത്. ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് വരൾച്ചയുടെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ വരൾച്ചകളെ മാറ്റി വലിയ വൻമഴ നമ്മളുടെ ജീവിതത്തിൽ ദൈവം സമസ്ത മേഖലകളിൽ, ആത്മീയ മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ പെയ്യ്ക്കുവാനായിട്ട് പോകുകയാണ്. അതിനു മുൻപ് നീ ചെയ്യേണ്ട 2 കാര്യമുണ്ടോ? എന്താണെന്നറിയാവോ? ഒന്ന്, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിയണം. പഴയ പോലെ നീ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മടങ്ങി വാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കേണ്ട ആരാധനയും ബഹുമാനവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിലേക്കൊന്ന് മടങ്ങി വാ, ആരാധനയിലേക്കൊന്ന് മടങ്ങി വാ. അതിനുശേഷം എന്താണ്? അതിനുശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക, അല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാനായിട്ട് തയ്യാറാകുക, താന്നു കൊടുക്കുക. ഇങ്ങനെ താന്നു കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? വല്ല വരൾച്ചകളെ മാറ്റി, ആത്മീയ മേഖലകളിലെ, ഭൗതിക മേഖലകളിലെ വരൾച്ചകളെ മാറ്റി ദൈവം വലിയ വൻമഴകൾ നമ്മളുടെ ജീവിതത്തിൽ തന്നും നമ്മളെ പുതു നാമ്പുകൾ നമ്മളുടെ ജീവിതത്തിൽ പൊട്ടിമുളയ്ക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. അതിനു മുൻപേ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിയുക. രണ്ടാമത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തല കുനിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. കുറേ വർഷങ്ങളായിട്ട് സാമ്പത്തിക ഞെരുക്കത്തിലൂടെയും സമാധാനമില്ലാത്ത, ആരോഗ്യമില്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഈ ഒരു രീതിയിലൊന്ന് മുൻപോട്ട് പോകുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം ചിലതൊക്കെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് പോകുക. മുടങ്ങിക്കിടക്കുന്ന ചില വാഗ്ദത്തങ്ങളിലെ, ദൈവം പറഞ്ഞിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളിലെ, അതൊക്കെ ദൈവം നിറവേറ്റുവാനായിട്ട് പോവുക. എന്താണ് ഈ 2 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക? ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം ഒന്ന് പുതുക്കി പണിയുക. രണ്ടാമത് എന്താണ്? നിയമപ്രകാരം പണിയണം. രണ്ടാമത് എന്താണ്? രണ്ടാമത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ട്
മുട്ടുമടക്ക് അല്ലെ. പണ്ടൊക്കെ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് ഒരു മടിയുമില്ലല്ലേ. നമ്മൾ എന്താ പറയുക, കത്തോലിക്കരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവർ ജപമാല ചൊല്ലാനൊക്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ജപമാല ചൊല്ലുമ്പോൾ മുട്ടുകുത്തും. അന്നൊക്കെ അവർക്ക് മുട്ടുകുത്താനൊന്നും അല്ലെ, നമ്മൾക്കൊക്കെ മുട്ടുകുത്താൻ അന്ന് മടിയില്ല. പക്ഷേ ഇന്ന് നമ്മൾക്ക് സത്യാരാധനയിലോട്ട് വന്നപ്പോൾ നമുക്ക് മടിയാണ് മുട്ടുകുത്താൻ. ഇന്ന് മുട്ടിന് വേദനയാണ് അല്ലെ. പഴയ കാലത്തെ അപ്പച്ചന്മാരോടൊക്കെ ചോദിച്ചാൽ പറയും അവർക്ക് മുട്ടുകുത്താനും പായിലിരിക്കാനും വെറും തറയിലിരിക്കാനും അവർക്ക് മടിയൊന്നുമില്ല. എന്നാൽ ഇന്ന് നമ്മൾക്കൊന്നും പറ്റത്തില്ല. കസേര വേണം അറ്റ്ലീസ്റ്റ് അന്നോ അല്ലെങ്കിൽ പായെങ്കിലും വേണം അല്ലേ. ഇല്ലാതെ നമ്മൾക്ക് മുട്ടുകുത്താനൊന്നും പറ്റത്തില്ല. മുട്ടിന് വേദനയും ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഇല്ല. എവിടുന്നാണ് വന്നത് ഇതൊക്കെ? അന്നില്ലാത്തതൊക്കെ ഇന്ന് എവിടുന്നാണ് വന്നത്? നിന്റെ മുട്ടുകുത്തലും ആരാധനയും ഒക്കെ എവിടെ കുറഞ്ഞു എന്നൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആരാധന മടങ്ങി വന്നു കഴിയുമ്പോൾ ആരോഗ്യമുണ്ടാകും, സമ്പത്തുണ്ടാകും, സകലതുമുണ്ടാകും. എന്ന് വെച്ചാൽ ആത്മീയ മേഖലകളും ഭൗതിക മേഖലകളും പുഷ്ടിപ്പെടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആരാധനയിലേക്ക് മടങ്ങി വരുവാനാണ് ഇന്നത്തെ ഈ വചനത്തിലൂടെ ദൈവം ആഹ്വാനം ചെയ്യുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.